പലയിടങ്ങളിലും 2028-29 ആവും ഇന്ത്യയാണ്. ഈ ചരിത്രത്തിലൊക്കെ വേഗത്തിലാവാൻ ദേശീയപാത നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഞാൻ തന്നെ പങ്കെടുത്ത ദേശീയപാത അതോറിറ്റിയുടെ ആളുകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി, വിശദമായ ചർച്ചകൾ, ഓരോ സെക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ ചർച്ചകൾ തുടരുകയാണ്. ഇന്നും നാളെയുമായിട്ട് ആ ചർച്ചകൾ തുടരുകയാണ്. വീണ്ടും വേഗത്തിലാക്കാൻ ഏറ്റവും സ്ലോ ആയ റീച്ചുകളുടെ കംപ്ലീറ്റ് കണക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും സ്ലോ ആയ റീച്ചുകൾ, പ്രശ്നങ്ങളുള്ള റീച്ചുകൾ, പരാതികളുള്ള റീച്ചുകൾ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടി പങ്കെടുത്ത സുദീർഘമായ ഒരു യോഗം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടന്നു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. അല്ല, സർക്കാർ ഞങ്ങൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്, അതിശക്തമായ നിലപാട് ഞങ്ങൾ പണ്ട് മുതലേ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. ത്രൂ ഗവൺമെന്റാണ് ഒരു ഉദ്യോഗസ്ഥനെ ഗവർണർ വിളിക്കേണ്ടതെന്നുള്ള നിലപാട് UDF നിലപാടാണ്. ആ നിലപാട് വളരെ കൃത്യമാണ്. ഇത് ഇപ്പോൾ മാത്രമല്ലല്ലോ ഇത് നടക്കുന്നത്. ലോകഭവനല്ല. 2023 ഡിസംബറിൽ ഗവർണറുടെ കാറിന് നേരെ SFI പ്രവർത്തകർ അക്രമം അയച്ചുവിട്ടതിന്റെ പേരിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു. IPC 124 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു. ഇതൊക്കെ സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദമായ മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ ഗവർണർ ആരിഫ് ഖാൻ 2024 ഒക്ടോബർ 7 ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിച്ചിരുന്നു. ഇതൊക്കെ വാർത്തകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് ആദ്യമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനെ ലോകഭവനിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് വിചാരിച്ചത്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അന്നും പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇപ്പോഴും അതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ വിയോജിപ്പ് നേരത്തെ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. UDFന്റെ രാഷ്ട്രീയമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരും ആ കാര്യത്തിലൂടെ യാതൊരു കാരണവശാൽ ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്, ശക്തമായി ഞങ്ങൾ എതിർപ്പ് പറയും. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയായി. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉടനുണ്ടാവും. ഒന്ന്, കായിക വകുപ്പ് സെക്രട്ടറി തന്ന പരാതിയുടെ പുറത്തുള്ള തീരുമാനം, അതിൻ്റെ പരിശോധന പൂർത്തിയായി. എന്ത് നടപടികൾ സ്വീകരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത് അത് ബന്ധപ്പെട്ട വകുപ്പിന് അയച്ചു കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം GST വകുപ്പ് അന്വേഷണം നടത്താൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. GST തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രാഥമികമായി പറഞ്ഞു. അതിപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യമല്ല, ശരിക്കും LDF ഗവൺമെൻറ് തന്നെ കണ്ടുപിടിച്ചതാണ്. അന്നത്തെ കാലത്ത് LDF ഗവൺമെൻറ് കണ്ടുപിടിച്ച് LDF ഗവൺമെൻറ് നോട്ടീസ് കൊടുത്താണ്. ആ നോട്ടീസ് കൊടുത്തത് പിന്നീടത് മരവിപ്പിക്കപ്പെട്ടു. ആ മരവിപ്പിക്കപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് കൂടി ഈ GSTയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് GST വകുപ്പ് അത് അന്വേഷിക്കും. കാരണം സർക്കാരിന് 22 കോടി രൂപയിലധികം നഷ്ടമുണ്ടായിട്ടുണ്ട്. അതല്ല, നമ്മളത് അന്വേഷിച്ചിട്ടല്ലേ നമ്മളത് നടപടിയെടുത്താലേ കേന്ദ്ര ഏജൻസിയുടെ ആവശ്യമുണ്ടോ ഇല്ലയെന്ന് നമ്മൾ അന്വേഷണം നടത്താൻ GSTയുടെ അന്വേഷണം നടക്കുന്നു. മറ്റ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ അവർ തന്ന കായിക വകുപ്പ് തന്ന പരാതി ഞങ്ങളുടെ പരിശോധന പൂർത്തിയായി, തീരുമാനം പ്രഖ്യാപിക്കും പെട്ടെന്ന് തന്നെ. ഇത് തീർത്തോട്ടെ, വേറെ എന്ത്? അത് ഞാൻ പ്രഖ്യാപിക്കും, ഞങ്ങൾ പ്രഖ്യാപിക്കും. ഇത് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചല്ലോ. ഞാൻ ഇന്നും അതിന് ആവശ്യമായ പൈസ ചെക്കിൽ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. എൻ്റെ കൂടി പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ട്. ഞാൻ ഇതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ പേരിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടലാവില്ലല്ലോ.
ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ 18-ാം തീയതിയാണ് അധികാരത്തിൽ വരുന്നത്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ് ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞത് ഞങ്ങൾ. പിന്നെ ഒരാളുടെ ആ കേസ് തന്നെ ഒരു കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല, മനസ്സിലായില്ലേ? ഈ ട്രാൻസ്ഫർ ഒന്നും കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല. ക്രൂരമായ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 കൊല്ലക്കാലം നടന്നത്. ഞങ്ങൾ കേസുകൾ കൊണ്ടുവരാം. ഭാര്യയെ കാസർഗോഡേക്കും ഭർത്താവിനെ തിരുവനന്തപുരത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വ്യാപകമായ തരത്തിലെ രാഷ്ട്രീയമായ ഇടപെട്ട് ട്രാൻസ്ഫർ നടത്തിയ കഥയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഗവൺമെൻറ് മാറി അധികാരത്തിൽ വരുമ്പോൾ ആവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്. പ്ലീസ്, ഞങ്ങളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എന്നാണ് ഇതെല്ലാം പൂർത്തിയായത്? നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് ഉണ്ടോ? എൻ്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട്. കോർപ്പറേഷൻ ബോർഡുകളെല്ലാം പൂർത്തിയായത് എന്നാണ് എന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അധികാരത്തിൽ വന്നപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് അവർ പൂർത്തിയായതെന്നുള്ളതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും വൈകിട്ടൊന്നുമില്ല. ഞങ്ങൾ UDF തീരുമാനിച്ചിട്ട് അതായത് ഘടകകക്ഷികൾ തമ്മിൽ ആലോചിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. ആലോചിക്കാൻ വെച്ചിരുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലഡ് വന്നു, അല്ലേ? 10 ദിവസത്തേക്ക് നമുക്ക് ആ ചർച്ച നടത്തിയില്ല. ഞങ്ങൾ ചർച്ച പുനരാരംഭിച്ചു. ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാവും. ഒരു തരത്തിലുള്ള ഞാനത് ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ കേട്ടോ. എന്താണ്? ഒരു തരത്തിലും ഒരു പോസ്റ്റിങ്ങും നീക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റിംഗ് നീക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഇത് ത്രൂ ഔട്ട് കൺട്രി, ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തും. ഇവിടുത്തെ മാത്രം എടുത്തിട്ട് ഞാൻ മെറ്റയോട് പറഞ്ഞു, അത് എനിക്കിട്ടായിരുന്നു. മെറ്റയോട് ഞാൻ പറഞ്ഞിട്ട് മെറ്റ നീക്കിയെന്ന് പറഞ്ഞിട്ട് എന്തൊരു വില കുറഞ്ഞ പ്രചരണമാണ് കേരളത്തിൽ നടത്തിയത്. എന്നാൽ നിങ്ങളത് വായിച്ചു നോക്കാം ആദ്യം. ഇപ്പം പറയുന്ന വിശദീകരണം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അറിയാവുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. എന്താണ് ആ വിശദീകരണം? അതിൻ്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണ് ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർക്കാരിന് എന്താ കാര്യം? ലീഗൽ റിക്വയർമെൻ്റ് എന്ന് അവർ പറഞ്ഞാണ്. അത് അവരുടെ ആൽഗരിതം അനുസരിച്ചുള്ള ലീഗൽ റിക്വയർമെൻറ്റാണ്. ഞങ്ങൾ ലീഗൽ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഓരോ ഓൺലൈൻ ചാനലും ഓരോ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ലീഗൽ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ സർക്കാർ ആവശ്യപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മെറ്റ പറഞ്ഞതിൻ്റെ അർത്ഥം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.